ഞങ്ങൾക്ക് ഉള്ള സംശയമൊന്നുമില്ല. ഇതിൽ രണ്ടെണ്ണം കാണാൻ സാധ്യതയുണ്ട്. ഇത് ഒന്നേ പിടിച്ചിട്ടുള്ളൂ. ഇനി ഒരെണ്ണം കൂടി ഇതിനകത്ത് വരാൻ സാധ്യതയുണ്ട്. കാരണം ഇത് ചിറ്റാർ നീലിവില എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്ന് ആ മേഖലയിൽ പാസിംഗ് ആണിത്. ഇനി വീണ്ടും ഇതല്ല, ഇപ്പൊ വന്നില്ല കൂട്ടത്തിൽ ഒരെണ്ണം കൂടെ കാണും. സംഭവം ഉണ്ട്. ഇപ്പൊ നിങ്ങൾക്ക് അല്പ ആശ്വാസമായില്ലേ? ആശ്വാസം ഞങ്ങൾക്കായില്ല. ദേവിയത് ഇവിടെ എങ്ങും വിടല്. നിങ്ങൾ ദൂരെ കൊണ്ടുവിടണം. ഞങ്ങളൊക്കെ തന്നെയാ കിളവികളെ. എനിക്ക് 2 ദിവസം വെള്ളമില്ല. എനിക്ക് വെള്ളം കുത്തി വിടണമെങ്കിൽ വലിയ കാട്ടിൽ പോകണം. എനിക്ക് വെള്ളം കുത്തി വിടാനും പോകാൻ പേടിയാ. അതുകൊണ്ട് ഇവിടെ എങ്ങും ഇടാതെ ദൂരെ കൊണ്ടുപോയി വിട്ടേക്കണം. മൃഗശല്യം കാരണം വെള്ളം എടുക്കാൻ പോലും ബുദ്ധിമുട്ടാണ്. ബുദ്ധിമുട്ടാ. കാട്ടിൽ വിട്ടാൽ പിന്നെയും നാട്ടിലേക്ക് വരും. അതുകൊണ്ട് ദേവിയത് നിങ്ങൾ നാട്ടിൽ വിടരുത്, കാട്ടിൽ കൊണ്ടുപോകും. ഇപ്പോൾ ആളുകൾക്കൊക്കെ ഒരു ആശ്വാസമായി എന്ന് പറയുന്നു. പക്ഷേ ചിലരൊക്കെ അഭിപ്രായപ്പെടുന്നുണ്ട് ഇതിന്റെ വനമേഖലയിലേക്ക് വീണ്ടും തിരിച്ചു കൊണ്ടുവിടരുതെന്ന്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നമ്മൾ ഉന്നയിച്ചിരിക്കുന്നത്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയ്ക്ക് കിഴക്കൻ മേഖലയിലെ ജനങ്ങൾ ഏറെ ആശങ്കയോടുകൂടിയാണ് ഇത്തരം കാര്യങ്ങളെ കാണുന്നത്. ഇതിനകത്ത് പ്രധാനമായിട്ടും പെരിയാർ ടൈഗർ റിസർവ് ഇവിടെ നിന്ന് ഏതാനും കിലോമീറ്ററുകൾ നടന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അവിടെ ചെല്ലാൻ കഴിയും. കക്കി ഗവി മേഖലയാണ്. ശാശ്വതമായിട്ട് ഈ ടൈഗറിനെ അതിനുള്ളിൽ തന്നെ വളർത്താൻ ഉള്ളൊരു സംവിധാനമാണ് ഇന്ത്യ ഗവൺമെന്റ് ഒരുക്കേണ്ടത്. അതിന് ശാസ്ത്രീയമായ രീതിയിലുള്ള വേലികൾ തീർത്ത് അവിടെ നിന്ന് കടുവ പുറത്തേക്ക് ഇറങ്ങാത്ത രീതിയിൽ പെരിയാർ ടൈഗർ റിസർവിനകത്ത് തന്നെ കടുവ ഉദ്യാനമാണെങ്കിൽ അവിടെ അതിനെ എല്ലാവിധമായ സുരക്ഷയോടും കൂടി അവിടെ അതിനെ വളർത്തണം. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ജനങ്ങൾ എന്ത് ചെയ്യും? ഓർക്ക് ഇപ്പൊ തന്നെ കണ്ടില്ലേ, ഒരു കിണറിനകത്താണ് വീണത്. അപ്പൊ ദേശീയ കടുവ ഉദ്യാനം എന്ന് പറയുമ്പോൾ അവിടെ അതിനെ വളർത്താൻ അവർ ശ്രമിക്കണം. അത് ഇന്ത്യ ഗവൺമെന്റ് അതിന് വേണ്ടുന്ന പദ്ധതികൾ ഒരുക്കണം. അതാണ് ജനങ്ങൾക്ക് പറയാനുള്ളത്. നിങ്ങൾക്ക് ഇപ്പോഴും മനസ്സിൽ ഭയമുണ്ടല്ലേ? വെളുപ്പിന് 5:30 ആയപ്പോൾ ഈ അമറ് കേട്ടു. ഇതിന്റെ കേളവരത്തിലെ ഞങ്ങൾ ജീവിക്കുന്നത്. ആ അമറ് കേട്ടോണ്ട് വീട്ടിൽ എൻ്റെ ഭർത്താവ് മോനെ വിളിച്ചു, മോനെ എണ്ണീര് ഉണ്ടോ ആന അമറ് നമ്മുടെ ഈ റോഡിലിടാന്ന് പറഞ്ഞു വിളിച്ചു. പറഞ്ഞു അവൻ ചാടി എണ്ണീച്ച് എന്തുവാന്ന് ചോദിച്ചു. എന്തുവാന്ന് ചോദിച്ചു. ഈ അല കേട്ടോണ്ട് ഇവിടെ വിളിച്ചുണ്ടെങ്കിൽ പറഞ്ഞു ഈ പുലിയാന്ന് ആദ്യം പറഞ്ഞ്. അത് കഴിഞ്ഞ് വന്നേരം കണ്ടപ്പോഴാണ് കടുവ എന്ന് മനസ്സിലായി. ഈയിടെയെല്ലാം എൻ്റെ മോൻ്റെ കുഞ്ഞ് 8ാം ക്ലാസ്സിൽ പഠിക്കുക. 7 മണിയായപ്പോൾ അവൾ ഇവിടുന്ന് സ്കൂളിൽ പോകാൻ ഇവിടോട്ട് വന്നപ്പോൾ ഇവിടെ പന്നി നിൽക്കുന്നു. അത് കഴിഞ്ഞ് ഒരു ദിവസം സന്ധ്യയ്ക്ക് 4:30 കഴിഞ്ഞ് 5:30 അവൾ ട്യൂഷനും കഴിഞ്ഞ് വന്നപ്പോൾ ഞാനിവിടെ വന്നിരിക്കുക. അന്നേരം പന്നി എൻ്റെ ഇവിടെ നിൽക്കുന്നു. അങ്ങനെ ഇന്നും പേടി. ഈയിടെ ഒരാളെ മേളി വെട്ടിക്കൊണ്ടിരുന്ന ഈ കടുവ ആയിരിക്കണം. അതും കണ്ണ് കണ്ടുകൊണ്ട് ലൈറ്റ് അടിച്ച് തന്നെ നിന്നുടനെ അത് അവിടെ ഇച്ചിരി നേരം നിന്നിട്ട് പുറമോട്ട് പോയി അതുപോലെ ചാടി വന്നു. ആള് പേടിച്ച് പോന്നു. അതുപോലെ ആർക്കും വെട്ടാനും ഒന്നും വെക്കുകയില്ല. റബ്ബർ ടാപ്പിംഗ് നടക്കത്തില്ല. ഞങ്ങൾക്ക് കൃഷി ഒന്നുമില്ല. 10-28 മൂട് തെങ്ങ് കായ്ക്കുന്നുണ്ട്. ഞങ്ങൾക്ക് ഇന്ന് അരയ്ക്കാൻ തേങ്ങ ഇല്ല. മലയണ്ണന് പേടിച്ചിട്ടാണോ തെങ്ങിൽ തുണിയൊക്കെ ചുറ്റിയിട്ടിരിക്കുന്നത്? ഒന്നും തേങ്ങ കിട്ടത്തില്ല. ഈ 35 മൂട് തെങ്ങ് കായ്ക്കുന്ന ഉള്ളിടത്ത് ഞങ്ങൾ തേങ്ങ അരയ്ക്കാതെ അവർ കറി വെക്കുക, കൂട്ടും മുളക് കറി വെച്ച് കൂട്ടുക. അതുപോലെ എല്ലാം പന്നിയും കുരങ്ങും എല്ലാം കൂടെ ഞങ്ങളുടെ കൃഷി മുഴുവൻ കളഞ്ഞു. ഞങ്ങൾ 3 പേര് വീട്ടിലുണ്ട്. 3 പേരും വയ്യാത്ത അസുഖക്കാരാ. ആ കിണറ്റിലെ വെള്ളം നിങ്ങൾ ഉപയോഗിക്കുന്നതായിരുന്നില്ലേ? ഇത് ഞാൻ പറവിന് വന്ന് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നു. ഇവിടുന്ന് വന്ന് കൊണ്ടുവന്നു. പൈപ്പ് ഇടുകയെന്ന് പറഞ്ഞ് കൊണ്ടുവന്ന് പൈപ്പ് ഇടാൻ വരെ ഇട്ടിട്ടുണ്ട്. ഞങ്ങൾക്കതും അങ്ങോട്ട് ഇട്ടില്ല, കയറ്റത്തോട്ടായതുകൊണ്ട്. അന്ന് പൈപ്പ് ഇട്ട് തരാമെന്നൊക്കെ പറഞ്ഞേക്കെ, ഇരുമ്പ് പൈപ്പ് കിട്ടുമോ എന്തുവാന്ന്. ഞങ്ങളുടെ ജീവിതം വലിയ ബുദ്ധിമുട്ടാണ്. എല്ലാം പേടിച്ച് ആന അലർന്ന് ഇവിടെ കേക്കാച്ചിട്ട് കഴിയുമ്പോൾ തൊട്ട് അങ്ങനെ എല്ലാ തരത്തിലും വലിയ ബുദ്ധിമുട്ടാണ്. ഞങ്ങളെ സഹായിക്കണം സാറന്മാരൊക്കെ.